എങ്ങോട്ട് പോയാലോ? ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറണം. പിന്നൊരു ജോലി. ജോലി എന്തായാലും വേണം. അത് ഞാൻ നമ്മുടെ കമ്പനി ഒരെണ്ണം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല അത് പിന്നെ തന്നെ കടം തീർക്കാനുള്ള 20 ലക്ഷം രൂപ അത് ഞാൻ തരാം. വെറുതെ കിടപ്പാടം കളയാൻ നിൽക്കണ്ട. ഞാനിപ്പോ വരാം. എനിക്ക് നന്ദി പറയണമെന്നുണ്ട്, പക്ഷെ എങ്ങനെ പറയണ്ടേന്നറിയില്ല. പിന്നെ തൻ്റെ പൈസയും കുറച്ച് കുറച്ചായിട്ട് തിരിച്ചു തരാം, പേടിക്കണ്ട. അത് സാരമില്ല. എടാ പിന്നെ എന്തോ എനിക്ക് ശരീരത്തൊക്കെ ഭയങ്കര ഒരു വേദനയുണ്ട്. തനിക്കൊന്ന് പോണോ? എനിക്കൊരു കുഴപ്പമില്ല. അവിടെ പോയിട്ടേക്ക് എന്നാൽ വേണ്ടാത്ത ചിന്തകളൊക്കെ വീണ്ടും വരത്തില്ലേ? തനിക്കിവിടെ ഞങ്ങളിവിടെ നിന്നുകൂടെ? എന്തിനാ വെറുതെ? ഇപ്പം തന്നെ ഞാൻ കാരണം ഒരുപാട് ബാധ്യത തലേ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് കൂട്ടണം. ഞാൻ പോട്ടെ. കരയില്ലടാ, പോട്ടടാ, ഒന്ന് പോട്ടെ. ശരി, നിനക്ക് ഞാനില്ലടാ. ബാക്കിയേറ്. ഇല്ല, ഞാൻ പോകണം. അല്ല, ഞങ്ങൾക്ക് എന്തായാലും ടൗൺ വരെ പോകണം. 2 കിലോ പഴം മേടിക്കാണ്ട്. കേറ്. പഴം മിനിഞ്ഞാന്ന് മേടിച്ചത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടല്ലോ. ഒന്നും ഉണ്ടാതിരിക്കടാ. എന്താടോ, വളയ്ക്കാനുള്ള അടുത്ത ആളെ കണ്ടുപിടിച്ചതാണോ? അയ്യേ, എന്റെ പൊന്നു കൊച്ചെ, ഞാൻ ന്യൂമോണിയ കൂടി ഐസിയിലെ തൊലയാൻ കിടന്ന കാലത്ത് ആ ഞാവി പിടിച്ചാൽ മതി മാറിക്കോളെന്ന് പറഞ്ഞ മോനാണ് ഇവൻ. ഇവൻ 20-15 ലക്ഷം രൂപ കൊച്ചിനോട് മുടക്കുന്നുണ്ടെങ്കിലേ അത് വെറുതെ നോക്കാനായിരിക്കില്ല, അസ്ഥിക്ക് പിടിച്ചിട്ടായിരിക്കും. അല്ലടാ? ഹലോ. മക്കളെടാ, ഞാനും ഉഷയും കൂടെ അടുത്തൊരു ഫ്ലൈറ്റ് കയറി ദുബായിൽ നിന്ന് അങ്ങ് വരാനുള്ള പ്ലാന്. ജെറിനെ അവിടെ കാണാല്ല. അപ്പൊ ശരി, ഉഷേ പാക്ക് ചെയ്യേ. അയ്യോ, എന്താ? എടാ ചെറുനെ, ശരിക്കും മനുഷ്യന്മാർക്ക് 2 കിഡ്നിയുടെ ആവശ്യമൊന്നുമില്ല, ഒരെണ്ണം മതി. നല്ലൊരാൾ വന്നിട്ടുണ്ട്, നിന്റെ ഒരു കിഡ്നിയും കൊടുത്തൂടെ? അതിന് കിഡ്നി ഇല്ലാതെ ആശുപത്രി കിടക്കണം നിന്നെ കാണാൻ എൻ്റെ ഡാഡി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഞാനിപ്പോ വരാം. രാവിലെ നമ്മളെ തലയിറങ്ങി വിടായിരുന്നേ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർമാര് പറയാ കിഡ്നി ഫെയിലിയറായിരുന്നു. എന്റെ കിഡ്നിയുടെ പേരും പറഞ്ഞാൽ തന്റെ പേടൊന്ന് കാശ് മേടിച്ചേ. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ 20-25 ലക്ഷം രൂപ ചെലവ് ഡോക്ടർമാര് പറയുന്നത്. അതിന് പൈസ വേണ്ടേ? കള്ളക്കള എന്റെ ചാവ് കണ്ടടങ്ങും. അതെ, ഹാപ്പി മാൻ ലൈഫ്. ഉള്ള സമയം കൂടെ കൊച്ചിനെ കെട്ടി ജീവിക്കാൻ നോക്കണേ, അല്ലാണ്ട് തന്തപ്പെട്ട് ജീവിക്കാതെ. അച്ഛൻ തൽക്കാലത്ത് കാണിക്കാൻ വേണ്ടിട്ട് ഓർഡർ